പ്രശ്നം വരും. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഒരു ഡെഡ് ബോഡി കാണാൻ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് ചിന്മുദ്ര വിട്ടിരിക്കണം. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഈ ഡെഡ് ബോഡി എന്നത് തീറ്റാ തരംഗമാണ്. അതൊന്ന് വെറുതെ മൈൻഡിൽ വെച്ചാൽ മതി. ഈ ചിന്മുദ്ര പിടിച്ച ഒരു മനുഷ്യൻ ഒരു കാരണവശാലും ഡെഡ് ബോഡിയെ ചുറ്റരുത്. കാണാം, പക്ഷെ ചുറ്റരുത്. ചുറ്റിയാൽ അത് തീറ്റാ തരംഗമാണ്, നിങ്ങൾക്ക് പണി കിട്ടും. അതേപോലെ പ്രേതബാധയുള്ള വീട്, മദ്യപിച്ച വ്യക്തികൾ, കഞ്ചാവടിച്ച ആളുകളെ ചുറ്റരുത്. ഇതിനകത്ത് ആ ഒരു പോർഷൻ വന്നപ്പോൾ ശ്രദ്ധിച്ചോ, ഒരു പ്രസൻറ്റേഷൻ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു, സാധാരണ ഇങ്ങനെയല്ല കാണിക്കണേ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും, എന്നിട്ടൊരു മ്യൂസിക്കൊക്കെ വന്നിട്ട് ഒരു സ്ലോ മോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ, അതായത് ആളുകളുടെ ആ ഒരു പേടി അങ്ങ് ജനിപ്പിക്കുവാണ്. ഈ പറഞ്ഞൊരു സംഭവമില്ലേ, ഈ സംഭവം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കേട്ടത് ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്, ഒരു 5-6 വർഷം മുമ്പ് ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് 2-3 മരണങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് എന്ത് ചെയ്യരുതെന്ന് പറയണോ അത് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതായിട്ട് വന്ന് ഭവിക്കുക ചെയ്തത്. കാരണം ഞാൻ പണ്ട് ഒരു ഇൻട്രോവേർട്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. ഇപ്പം കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വന്നു. അപ്പം ഞാൻ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുക, അല്ലാണ്ട് ഈ അന്ധവിശ്വാസങ്ങളൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ എന്തിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നനുസരിച്ച് അതിരിക്കണം. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറയണതിനെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് മനസ്സിൽ കൊണ്ടുവരണമെങ്കിൽ അത് വർക്കൗട്ടാവും. ഇപ്പം ഞാൻ പറയണത് അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ടാവും. എന്താണോ ഈ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കണേ അതവിടെ കിടന്ന് പണിയും, എന്നിട്ട് ഔട്ട്പുട്ട് തരും. അത്രേ ഉള്ളൂ.